കണ്ണൂരിനെ സ്മാർട്ട് സിറ്റിയാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് കണ്ണൂർ കോർപ്പറേഷനിൽ സജീവമായിട്ടുള്ളത്. പല അത്ഭുതങ്ങളും ഇത്തവണ സംഭവിക്കുമെന്ന് ബി.ജെ.പി. നേതാക്കൾ ഒന്നടങ്കം പറയുന്നു. നിരവധി ഡിവിഷനുകളിലെ വിജയം, കണ്ണൂർ കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ശക്തി, ഇതൊക്കെയായിരിക്കും ഇത്തവണ ബി.ജെ.പി. എന്ന് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. പല ഡിവിഷനുകളും ഇത്തവണ പിടിച്ചെടുക്കും, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നേതാക്കൾ പറയുമ്പോൾ പ്രചരണ പ്രവർത്തന രംഗത്ത് സ്ഥാനാർത്ഥികളെല്ലാം സജീവമാണ്. നമ്മളിപ്പോഴുള്ളത് മേലെ ചൊവ്വ ഡിവിഷൻ ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ.സി. സുഷമയ്ക്കൊപ്പമാണ്. വീടുകൾ കയറി വോട്ടഭ്യർത്ഥിക്കുന്നതിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി. മൂന്നാം വട്ടമാണ് ഓരോ വീടുകളിലും സ്ഥാനാർത്ഥി എത്തുന്നത്. ഈ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ, റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയെല്ലാമാണ് ഈ സ്ഥാനാർത്ഥി ആളുകളോട് പറയുന്നത്. വലിയ ആത്മവിശ്വാസത്തോടുകൂടി പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുകയാണ് കെ.സി. സുഷമ. കഴിഞ്ഞ തവണ തൊട്ടടുത്ത ഡിവിഷനിലാണ് മത്സരിച്ചത്. നമ്മൾ സംസാരിച്ചിരുന്നു. വലിയ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നു. 100-ലധികം വോട്ട് അത് 500-ലേക്ക് ഏതാണ്ട് 2-3 മടങ്ങ് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് കെ.സി. സുഷമയ്ക്ക്. ഇത്തവണ മേലെ ചൊവ്വയിൽ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണോ? തീർച്ചയായും അതിന് ഒരു സംശയം വേണ്ട. നമ്മൾ ഈ റോഡിൻ്റെ അവസ്ഥ, കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലറിൻ്റെ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഈ റോഡ് ഇപ്പം കാറ് വന്ന് നിങ്ങൾ ഒരിക്കൽ കാണിച്ചു കൊടുക്ക്. ഈ അവസ്ഥ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇനിയും 5 കൊല്ലം 10 കൊല്ലമായി കോർപ്പറേഷൻ വന്നിട്ട്. ഈ 10 കൊല്ലത്തിൻ്റെ അകത്ത് 5 കൊല്ലം LDF, ഇപ്പം നമ്മൾ UDF. ഈ റോഡിൻ്റെ അവസ്ഥ അങ്ങനെ ദയനീയമായിട്ടായില്ല. 2 ആൾക്കാർ ആക്സിഡൻ്റ് ആയിട്ട് കൈ പൊട്ടിയിട്ടല്ലേ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ഒരു കണ്ണൂരിലെ തന്നെ മെയിനായ അറിയപ്പെടുന്ന സ്ഥാനമാണ് മേലെ ചൊവ്വ. ഈ മേലെ ചൊവ്വയിൽ ഒരു വീടുണ്ട്. ഒരു വീടിൽ 16 കൊല്ലമായിട്ട് ലൈറ്റില്ല, വെള്ളമില്ല. ചാർജ് ആക്കണ്ടിക്ക് അവർ നമ്മളെ ശിവക്ഷേത്രത്തിൽ പോയിട്ടാണ് അവർ ചാർജിങ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥയിൽ ഒരാളും തിരിഞ്ഞു നോക്കാതെ അനാഥനമായിട്ട് വിട്ട് കൊടുത്ത ഒരു വാർഡ് പോലെയാണ് ഇത് ഉള്ളത്. ഇവിടെ ഏത് രീതിയിലാണ് ബി.ജെ.പിയുടെ ഒരു പ്രതീക്ഷ? ഏത് രീതിയിലാണ്? കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്താണ്. ആ 3-ാം സ്ഥാനം 1-ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത, സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ? ഈ വോട്ടർമാരൊക്കെ വോട്ടർമാരെയൊക്കെ സമീപിച്ചിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ പ്രതികരണം ഏത് രീതിയിലാണ്? വലിയ ഒരു പ്രതീക്ഷയിലേക്കാണോ കാര്യങ്ങളൊക്കെ പോകുന്നത്? പ്രതീക്ഷ നല്ല ഒരു പ്രതീക്ഷയാണ്. കാരണമുണ്ട്, 2-3 കാരണമാണ്. മെയിൻ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഈ വാർഡ് തിരിഞ്ഞു നോക്കാതെ ഒരു അവസ്ഥ, അത് ജനങ്ങൾക്ക് വളരെയധികം. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കൗൺസിലറിൻ്റെ സൈന് വേണം, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് കൗൺസിലറിനെ വിളിച്ച് കഴിഞ്ഞാൽ കൗൺസിലർ ഫോൺ എടുക്കുന്നില്ല. അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ലൈറ്റ് ഇല്ലാത്ത സമയത്ത് വിളിക്കുമ്പോൾ അത് തിരിഞ്ഞു നോക്കാറില്ല. അന്നേരം ആ ജനങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഇല്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവർ ഒരു കള്ളാസ് എടുത്തതാണ്. ഈ റോഡെല്ലാം പാസ്സായതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണ്ടേ? ഇപ്പോൾ ഇലക്ഷന് വീണ്ടും ജനങ്ങൾ മുമ്പിൽ വരുമ്പോഴാണ് ഈ കടലാസ് എടുത്തിട്ട് കണ്ടോ ഇത് പാസ്സായതാണ്. ആ ശരിയാക്കുന്ന ഉണ്ടെങ്കിൽ ഇലക്ഷൻ്റെ മുന്നേ അവർ മാറ്റേണ്ടല്ലേ. പിന്നെ വേറെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി 44 വാർഡിൽ മത്സരിച്ചതാണ്. അതിൽ ഞാൻ ഈ 6 വർഷമായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ചൊവ്വ സ്കൂളിൻ്റെ മുമ്പിലത്തെ ഭാഗം, അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അത് 8 മാസം ഞാൻ കണ്ടിന്യൂസ് കോർപ്പറേഷന്, നമ്മൾ ഹൈവേ അതോറിറ്റി, അങ്ങനെ തന്നെ നമ്മൾ കോർപ്പറേഷൻ ഇവർക്കെല്ലാം പരാതി കൊടുത്തിട്ട് ലാസ്റ്റ് എന്താ പറയണ്ടേ, നമ്മളെ കളക്ടറിൻ്റെ അടുത്ത് പോയിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. 8 മാസം ഞാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ട് ആ മരം മുറിപ്പിക്കാൻ പറ്റുക. അതുപോലെ തന്നെ സമാജത്തിൻ്റെ മുമ്പിലത്തെ റെയിലിങ്, അത് ആക്സിഡൻ്റ് ആയിട്ട് ഇതായി കഴിഞ്ഞിട്ട് ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പയ്യ അവിടുത്തെ പ്രിൻസിപ്പൽ മാം നമ്മളോട് പറഞ്ഞിട്ട് 15 ദിവസം കൊണ്ടാണ് ഞാനത് ചെയ്തു കൊടുത്തത്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ കണ്ടതായിരിക്കും നമ്മൾ സമാജത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ലാബ്, അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എലിയാവൂരിലെ ഒരാൾ യൂണിയൻ ബാങ്കിൽ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് റോട്ടുമല്ല വീണത്. മുമ്പിൽ വേറെ കാർ, ബാക്കിൽ ഒരു കാർ. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് അയാൾ ജീവൻ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ അയാൾ മരണപ്പെടുമായിരുന്നു. ആ സ്ലാബ് ഞാൻ ഇപ്പോൾ
ഇന്നലെയാണ് ഞാൻ ശരിയാക്കിയിട്ട് അത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ തന്നെ എല്ലാം പ്രവർത്തനം ചെയ്യുന്ന നമ്മൾ ഒരു നല്ലൊരു സ്ഥാനാർത്ഥിൻ്റെ ഈ വാർഡിലെ ആൾക്കാരെ തിരഞ്ഞെടുത്താൽ നമ്മൾ ഇത് സ്വർഗമായിട്ട് മാറ്റും. ഈ 5 കൊല്ലം നമുക്ക് 24/7 ഞാൻ പറയുന്നത്. ഞാൻ ഏത് സമയം നിങ്ങൾ ഏത് പാതിരക്ക് വിളിച്ചാലും എനിക്ക് 2 വീലർ ഉണ്ട്, ഞങ്ങൾക്ക് അവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റും. ആ അവസ്ഥയിലാണ് ഞാൻ വാഗ്ദാനം. പിന്നെ എല്ലാവർക്കും മിക്കവാറും ഈ വാർഡിലെ ആൾക്കാർക്ക് എന്നെ അറിയാം. ആ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടും പിന്നെ എൻ്റെ ബിസിനസ് ഞാൻ ഒരു ബൂട്ടിക്ക് നടത്തുന്നതാണ്. അതുപോലെ തന്നെ ജനങ്ങളായിട്ട് നല്ല ഒരു സമീപനമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ് ഈ പ്രാവശ്യം ജനങ്ങൾ മാറ്റി ചിന്തിക്കും. ഈ മേലെച്ചൊവ്വയിലെ എന്തൊക്കെ വിഷയങ്ങൾ, ഈ റോഡ് ഉൾപ്പെടെയുള്ള സ്ലാബ് അത്തരം കാര്യങ്ങൾ പറഞ്ഞു, മറ്റ് ഏതൊക്കെ നമ്മൾ കണ്ണൂരിൻ്റെ ഒരു പ്രവേശന കവാടം എന്നുള്ള രീതിയിലാണ് മേലെച്ചൊവ്വയെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഈ മേൽപ്പാലത്തിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. ഈ മേൽപ്പാലമൊക്കെ മുമ്പേ വരേണ്ടതായിരുന്നു. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു. ആദ്യം അണ്ടർഗ്രൗണ്ട്, അത് പിന്നെ മേൽപ്പാലമായി മാറി. അത്തരം പ്രശ്നങ്ങൾ ഇതൊക്കെ ആളുകൾ പറയുന്നുണ്ടോ ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ? അല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് നെസസിറ്റി റോഡ് തന്നെയാണ്. മീൻസ് അവർക്കൊരു നല്ല റോഡ് കിട്ടിയാൽ മതി. അവർ ആഗ്രഹിക്കുന്ന ജാസ്തിയൊന്നും ആഗ്രഹങ്ങളില്ല. ഇത് കൊച്ചു ആഗ്രഹങ്ങൾ. അതുവരെ നമുക്ക് മേൽപ്പാലം ദൂരെ ആയിക്കോട്ടെ, ഈ ഒരു ബേസിക് അവരെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു കാല് വെക്കുമ്പോൾ ഒരു നല്ല റോഡില്ല, അതാണ് അവർക്ക് വേണ്ടത്. ലൈറ്റ് പാതിരക്ക് എന്ന് പറയേണ്ട ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ. ഈ റോഡിൽ ലൈറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് ഇവർ. ഇപ്പോൾ ഒരു കുട്ടി സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഇപ്പോൾ ഒരു കുട്ടി നടന്നു വരുമ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, പെൺകുട്ടികൾ അകത്ത് ഇരിക്കുന്നതല്ല അവസ്ഥ. ഇപ്പോൾ നല്ല കുട്ടികൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ജോബ് ചെയ്യുന്നു. പക്ഷെ നമ്മളെ വീട്ടിൽ കയറി വരുമ്പോൾ ഒരു അപകടം പറ്റി, ആരാണ് ഇതിൻ്റെ ഉത്തരം? നമ്മൾ ഒരു കൗൺസിലറാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. ഇപ്പം നമ്മൾ അമൃത് പദ്ധതിയിൽ നമ്മൾ വെള്ളം കൊടുത്ത് എല്ലാ വീട്ടിലും വെള്ളം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ റോഡ് പകുതിക്ക് വെച്ചിട്ട് ഇത് എന്താ പറയണ്ട, അത് ഇല്ലെന്ന കാലം നാശമാക്കിയിട്ടല്ലേ. എന്നിട്ട് ഇത് റോഡ് പകുതിക്ക് വെച്ച് ഒരു ഭാഗത്തുനിന്ന് കണക്റ്റഡ് അല്ല, അതെല്ലാം പകുതിക്കല്ലേ. നിങ്ങൾ റോഡിൻ്റെ അവസ്ഥ നോക്ക്. ഇപ്പം ശരിക്കെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, ഉള്ളിലത്തെ ബോണ് മാത്രമേ കാണുള്ളൂ, മേലത്തെ മാംസം കാണുന്നില്ല റോഡിൽ. ഒരു ബോണ മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും വലിയ ആത്മവിശ്വാസമാണ്. വിജയം ഉറപ്പാണെന്ന് പറയുകയാണോ? ശരിക്കും ഒരു മാറ്റം മേലെച്ചൊവ്വ ആഗ്രഹിക്കുന്നുണ്ടോ? ആ മാറ്റം ഒരു മേലെച്ചൊവ്വയിൽ ഒരു താമര വിരിയാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? തീർച്ചയായും മേലെച്ചൊവ്വ മാത്രമല്ല, പല താമരകൾ പല സ്ഥലത്തും വരും ഈ പ്രാവശ്യം കോർപ്പറേഷനിൽ. 5 വർഷത്തെ UDFന്റെ ഈ കോർപ്പറേഷന്റെ ഭരണത്തെ ഏത് രീതിയിൽ വിലയിരുത്തുന്നത്? അയ്യോ, അത് പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് ഇത് ശ്മശാനത്തിൻ്റെ കാര്യം. ഒരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വർഗില്ല, നഞ്ഞ വർഗ് ഇല്ലെങ്കിൽ അവർക്ക് ഷെഡില്ല, വർഗ് വെക്കാൻ ഷെഡില്ല. ഈ എന്താ പറയണ്ടേ, തേങ്ങേൻ്റെ ഇതെല്ലാം നമ്മൾ വെക്കുന്ന അതെല്ലാം നഞ്ഞിട്ടല്ല, ചിരട്ട നഞ്ഞിട്ടല്ല. എന്നിട്ട് അവിടെ ഒരു ശ്മശാനത്തിൽ ഒരു ബോഡി എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ കുടുംബക്കാർ ചിരട്ടയ്ക്ക് വേണ്ടിയിട്ട് ഓടണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ നിങ്ങൾ. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ കോർപ്പറേഷനിൽ ഒരു സംഭവം നടന്ന് ഒരാൾ ബസ് യാത്ര ബമ്പിൽ വന്നിട്ട് അയാൾ നേരെ അതിൻ്റെ മേലെ ഇത് ഹെഡ് ടച്ചായി താഴെ വന്നു, ഇത് സ്പൈനൽ കോഡ്. അയാളിപ്പോൾ ഫുൾ പ്ലാസ്റ്റർ ഇട്ടിട്ടല്ലേ. എന്നിട്ട് ഇതാ വികസനം. ലൈറ്റ് റോഡ് ഇതെല്ലാം നമ്മൾ ബേസിക് നെസസിറ്റിയാണ്. ഇത് മാത്രം ചെയ്താൽ തന്നെ ജനങ്ങൾക്ക് അത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ വലിയ ഒന്നും അവർ സ്വപ്നങ്ങളില്ല. ഈ ചെറിയ സ്വപ്നങ്ങൾ തന്നെ പൂർത്തിയാക്കിയാൽ ജനങ്ങൾക്ക് അത് മതി. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ ചോദിച്ചിട്ട് ചെറിയ സ്വപ്നങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലല്ലേ വലിയ സ്വപ്നങ്ങൾ. BJPയുടെ വാഗ്ദാനം കണ്ണൂരിനെ സ്മാർട്ട് സിറ്റി ആക്കുമെന്ന് ഞാൻ പറയുന്നതാണ്. ഈ വാർഡ് എനിക്ക് തന്നാൽ ഞാൻ സ്വർഗമായിട്ട് മാറ്റും. ഞാൻ സുരേഷ് ഗോപിൻ്റെ ആ വാക്കുകൾ പിന്നും വീണ്ടും പറയാം. ഈ വാർഡ് എനിക്ക് ഞാൻ ഇത് സ്വർഗമായിട്ട് മാറ്റും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് KC സുഷമ BJPയുടെ സ്ഥാനാർത്ഥി വോട്ടർമാരെ സമീപിക്കുന്നത്. മേലെച്ചൊവ്വ ഡിവിഷൻ എനിക്ക് തരൂ, ഞാനിവിടം സ്വർഗമാക്കി തരാം എന്നാണ് KC സുഷമ പറയുന്നത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളെ സമീപിക്കുകയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഈ റോഡിൻ്റെ കാര്യം ഉൾപ്പെടെ ആളുകൾ വലിയ രീതിയിൽ വിമർശനമായി പറയുന്നുണ്ട്. നമുക്ക് ഈ റോഡ് വലിയ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്ര പോലും വാഹനങ്ങൾക്കൊക്കെ ഇന്ന് കയറി വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് പ്രദേശവാസികളോട് കൂടി ചോദിക്കാം. നിങ്ങളുടെ ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥ ദയനീയമാണല്ലോ. അതെ, അല്ല ഇപ്പം മഴ കഴിഞ്ഞിട്ട് അവർ ശരിയാക്കുമെന്ന് പറഞ്ഞ്. ഇപ്പം അത് ഇപ്പം ജസ്റ്റ്
1 മാസം കൊണ്ട്. ആ വലിയ പ്രയാസം ഉണ്ടല്ലേ? പ്രയാസം വണ്ടികൾക്ക് പോകാനും സ്കൂട്ടറിന് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഇനിയിപ്പോൾ ജയിച്ച് വരുന്ന കൗൺസിലറോട് എന്താ പറയാനുള്ളത്? ജയിച്ചു വരുന്ന ആദ്യം റോഡിൻ്റെ കാര്യം ഒന്ന് നോക്കാൻ വേണ്ടി പറയും. ആര് ജയിച്ചാലും അല്ലേ? ആരയിച്ചാലും ഒന്ന് റോഡൊന്ന് ശരിയാക്കുക, പിന്നെ അവിടെയുള്ള സൈഡിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയും. അത്തരം കാര്യങ്ങളൊക്കെ മതി നമുക്ക്. മെയിനായിട്ടുള്ള അതാണല്ലേ? എന്തായാലും ഓക്കെ. ഈ കാര്യങ്ങൾ, അതായത് ഈ റോഡിൻ്റെ അവസ്ഥകളൊക്കെയാണ് ആളുകളോട് പറയുന്നത്. ഈ സ്ഥാനാർത്ഥിക്കൊപ്പം പോകുന്ന ആളുകൾ, ഈ അമ്മമാരൊക്കെ എന്താണ് പറയുന്നത്? BJP ഒരു പ്രതീക്ഷ. ഞാനിവിടെ തന്നെയാണ്, എൻ്റെ അടുത്ത് ഈ നാട്ടിൽ തന്നെയാണ്, ബാങ്കിൻ്റെ ബാക്കിൽ തന്നെയാണ്. എനിക്കും മെയിനായിട്ട് പറയാനുള്ള ഇതന്നെ, ഈ ഇതില്ലേ ഇലക്ട്രിക് ഇടക്കിടക്കേ പോവും. എന്നുവെച്ചാൽ കറണ്ട് പോകുന്ന മാത്രമല്ല, എന്തായാലും സന്ധ്യയ്ക്ക് ശേഷമാണ് സ്ട്രീറ്റ് ലൈറ്റ് വേണ്ടത്. അത് ഇവിടെ ഇല്ല. നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ആദ്യം വെളിച്ചല്ലേ വേണ്ടത്. പിന്നെ ഒരു വണ്ടി പോകാൻ കഴിയില്ല. ഇടക്കിടക്കേ എല്ലാത്തിനും പ്രശ്നം. പറയുന്ന കേൾക്കാം. ബാക്കി നെയ്ബേഴ്സും എല്ലാം, ഞാൻ രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരം വരുന്ന ആളാണ്. പക്ഷേ എല്ലാ നെയ്ബേഴ്സും ഭയങ്കരമായിട്ട് പരാതിയുണ്ട്. ഇത് റോഡിൻ്റെ അവസ്ഥ തന്നെയാണ് പറയാനുള്ളത്. ജയിക്കും BJP? ജയിക്കും BJP. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമാവുകയാണ് KC സുഷമ. ഇത്തവണ മേലെ ചൊവ്വ ഡിവിഷനിൽ ഒരു മാറ്റം അത് ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയാണ് അവർ. വലിയ ആത്മവിശ്വാസത്തോടുകൂടി പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതായത് ഈ മേലെ ചൊവ്വ ഡിവിഷനെ ഇങ്ങോട്ട് ഒരു തവണ തന്നാൽ ഇവിടം സ്വർഗമാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അതായത് കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് വലിയ മാറ്റം ഇവിടെ ഉണ്ടാക്കും എന്നാണ് KC സുഷമ വ്യക്തമാക്കുന്നത്. മേലെ ചൊവ്വയിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.